സന്തോഷമായിരുന്നാലും വിഷമമായിരുന്നാലും രണ്ടും നിങ്ങളുടെ തീരുമാനമാണ്. ഇതിലെന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. നോക്കൂ, ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകില്ല. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ്. നോക്കൂ, ഒരു വ്യക്തിക്ക് സന്തോഷിച്ചിരിക്കണോ വിഷമിച്ചിരിക്കണോ എന്നത് സ്വയം തീരുമാനിക്കാം. ഇതാണ് സത്യം. അതിൽ വേറെ എക്സ്ക്യൂസുകളൊന്നുമില്ല. അതിന് വേറെ ആരും ഉത്തരവാദിയല്ല, വേറെ ആരും കാരണക്കാരല്ല. ഈ തീരുമാനം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ മാത്രം. ഇതെന്ന് നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അന്ന് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടിമകളാണ്. ഒരു സാഹചര്യം വിചാരിച്ചാൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, ഒരു വ്യക്തി വിചാരിച്ചാൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, അതുപോലെ തന്നെ സാഹചര്യം മാറുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അതിനർത്ഥം നമ്മൾ ഈ സാഹചര്യങ്ങൾക്കും വ്യക്തികൾക്കുമൊക്കെ അടിമപ്പെട്ടിരിക്കുന്നു എന്നല്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാട്ടിൽ മഹാനായൊരു സൂഫി സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും സന്തോഷമാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സന്യാസിയോട് ചോദിച്ചു, ഞാൻ ഒരുപാട് വർഷമായി അങ്ങയുടെ കൂടെ ജീവിക്കുകയാണ്. പലതരം സാഹചര്യങ്ങളിലൂടെ അങ്ങ് കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അങ്ങയുടെ മുഖത്ത് ഞാൻ വിഷമം കണ്ടിട്ടില്ല. എപ്പോഴും സന്തോഷം. ഇതിൻ്റെ രഹസ്യം എന്താണ്? സൂഫി സന്യാസി പറഞ്ഞു, ഒരു രഹസ്യവുമില്ല. എൻ്റെ മുന്നിൽ എന്ത് സാഹചര്യം വന്നാലും എനിക്കെപ്പോഴും 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ വിഷമിക്കാം, അല്ലെങ്കിൽ സന്തോഷിക്കാം. ഞാൻ എപ്പോഴും സന്തോഷം തിരഞ്ഞെടുക്കുന്നു. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണിതെന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സാധിക്കുക എന്ന് തോന്നിയേക്കാം. നോക്കൂ, എന്ത് സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാലും നമുക്ക് സന്തോഷിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ സാധിക്കില്ലേ? അല്ലെങ്കിൽ എത്ര നല്ലത് സംഭവിച്ചാലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ലേ? നിങ്ങളും ചിലപ്പോൾ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടാവും. എത്ര നല്ലത് ചെയ്താലും അവരൊരു കുറ്റം കണ്ടുപിടിക്കും, ഒരു നെഗറ്റീവ് അവർ കണ്ടെത്തും. എന്നാൽ വേറെ ചിലർ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അതിലെ പോസിറ്റീവ് കണ്ടെത്തും. നമ്മുടെ പ്രവൃത്തികളിലെ പോസിറ്റീവും നെഗറ്റീവും കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിലും. നമ്മൾ ശ്രമിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വിഷമിക്കാനൊരു കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തിരിച്ചു പറയുന്നത് സത്യമാണ്. നമ്മൾ ശ്രമിച്ചാൽ എപ്പോൾ വേണമെങ്കിലും സന്തോഷിക്കാനും ഒരു കാരണം കണ്ടെത്താൻ സാധിക്കും. ശരിയല്ലേ? ഈ ഭൂമി മുഴുവൻ പൂവും മുള്ളുമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ പൂക്കൾ കൊണ്ടൊരു മെത്തയുണ്ടാക്കാം, അതിൽ സുഖമായി കിടക്കാം. അതല്ലെങ്കിൽ മുള്ളുകൾ കൊണ്ടൊരു കിടക്കയുണ്ടാക്കാം, എന്നിട്ട് അതിൽ വേദന സഹിച്ച് കരഞ്ഞ് കരഞ്ഞ് കിടക്കാം. രണ്ടായിരുന്നാലും തീരുമാനം നമ്മളുടേതാണ്. സ്വർഗമായിരുന്നാലും നരകമായിരുന്നാലും രണ്ടും നമ്മുടെ സൃഷ്ടിയാണ്.